ദാവീദ് പറയുകയാണ് യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും. നമ്മുടെയും ജീവിതത്തിൽ കർത്താവ് നല്ല സങ്കേതമായി, കോട്ടയായി, ആശ്രയമായി എന്ന് നമ്മളോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥനയോട് നമുക്ക് ഒരു വേദഭാഗം കൂടി വായിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 81-ാം സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ആസാഫിനാൽ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമായി ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 81-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ ഇപ്രകാരം വായിച്ചു തുടങ്ങുകയാണ്: നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവിൻ. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവിൻ. തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളം ഊതുവിൻ. ദൈവത്തെ പാടുവാനും ആരാധിക്കുവാനും നമസ്കരിക്കുവാനുമുള്ള ഒരാഹ്വാനമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ അമാവാസ്യയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളം ഊതുവിൻ. എന്നാൽ ദൈവത്തെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും ദൈവം സമയം പ്രത്യേകം വേർതിരിച്ചിട്ടില്ല. ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിപ്പിൻ, അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത നിലയിൽ ദൈവത്തെ സ്തുതിക്കുവാനാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രബോധനം നൽകുന്നത്. എന്നാൽ മനുഷ്യന്റെ സമയവും സന്ദർഭവും അനുസരിച്ചാണ് ഇന്ന് നാം ഒക്കെ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയായി തീരുന്നത്. എന്നാൽ നമ്മൾ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോകുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്നവനായ യഹോവയായ ദൈവം ഞാനാകുന്നു എന്ന് ദൈവം പറയുമ്പോൾ, മിസ്രയീമിലെ ജനം കടന്നുപോയ സാഹചര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. അവർ മിസ്രയീമിൽ ഫറവോന്റെ അടിമത്തത്തിലായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ടവർ ദൈവത്തിന്റെ മുൻപാകെ നിലവിളിച്ച നിലവിളിയുടെ മുൻപിലാണ് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നത്. അവിടുത്തെ സാഹചര്യം വെച്ച് അവർക്കൊരിക്കലും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവർക്ക് സാഹചര്യം ലഭിക്കാത്ത നിലയിൽ അവർ പീഡിപ്പിക്കപ്പെട്ടു. അവൻ പ്രവാസത്തിലേക്ക് പോയതായ ജനം, അവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാത്ത നിലയിൽ അവർ ഇപ്രകാരം പറയുകയാണ്: ഞങ്ങൾ അന്യദേശത്ത് എങ്ങനെ കർത്താവിനെ സ്തുതിക്കും? അവരുടെ വാദ്യോപകരണങ്ങളൊക്കെ അവർ അലരിവൃക്ഷത്തിന്മേൽ തൂക്കിയിട്ട് അവർക്കൊന്ന് ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമില്ലാതെ അവർ ആയിരുന്ന സ്ഥാനത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം അവരെ വിടുവിച്ച് കൊണ്ടുവന്നു എന്നിവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാൻ, വായ് വിസ്താരത്തിൽ തുറന്ന് ദൈവത്തെ ആരാധിക്കുക. ഇവിടെ പറയുന്നു അതിനെ നിറയ്ക്കാമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അത് ആത്മീയമായ ഭൗതിക നന്മകൾ കൊണ്ട് നമ്മളുടെ വായ് വിസ്താരത്തിൽ തുറന്ന് ദൈവത്തെ നമസ്കരിക്കുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്കത് നൽകി തരുവാൻ സർവശക്തനായ ദൈവമാണ്. എന്നാൽ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും സ്വാതന്ത്ര്യമില്ലാത്ത എത്രയോ ജനങ്ങൾ വിവിധ ഇടങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ അവർ ഭാരപ്പെട്ട് ഇന്നും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അനേകരിന്നും കാരാഗ്രഹത്തിൽ കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആരാധനാ സ്വാതന്ത്ര്യമില്ലാതെ അവരായിരിക്കുന്ന സ്ഥാനത്ത്
ആമേൻ, അവർക്ക് വേണ്ടതായ സൗകര്യങ്ങളെ ഒരുക്കി കൊടുക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം ആമേൻ മോശയെ ഒരുക്കിയതുപോലെ ചിലരെ ദൈവം ഒരുക്കട്ടെ. ആമേൻ, ആ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കട്ടെ. അവർക്ക് ലഭിക്കേണ്ടതായ ആരാധന സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കട്ടെ. അവർക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവികമായ നന്മകൾ കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ, ദൈവത്തെ സ്തുതിക്കേണ്ട ആരാധിക്കേണ്ടതായ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, അവർ എന്നെ കൂട്ടാക്കിയതുമില്ല എന്നിവിടെ നമുക്ക് കാണാൻ കഴിയും. ദൈവം അതവർക്ക് ചട്ടമായി നിയമമായി നൽകിയിരിക്കുമ്പോൾ 4-ാം വാക്യത്തിൽ പറയുന്നു, ഇത് ഇസ്രായേലിനൊരു ചട്ടവും യാക്കോബിൻ ദൈവത്തിനൊരു പ്രമാണവുമാകുന്നു. എന്ത്? ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, മഹത്വപ്പെടുത്തുക എന്നുള്ളത്. അത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് അവർ അടിമത്തത്തിൽ പോകുവാനിടയായിത്തീർന്നത്, പീഡിപ്പിക്കപ്പെടുവാനിടയായി തീർന്നത്, അനേക ആക്രമണങ്ങൾക്ക് ഇരയായി തീർന്നത്. അവർക്കാവശ്യമായ ആഹാരവും വസ്ത്രവും ജലവും അവർക്ക് ലഭിക്കാതെ പോയത് ദൈവത്തെ അവർ ആത്മാർത്ഥമായി സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാതിരുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് വേദപുസ്തക ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അവർ അത്യുന്നതന്റെ ആലോചനയെ അവർ നിരസിച്ചു. അവന്റെ കൽപ്പനകളെ അവർ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. ഇത് ഇസ്രായേലിനൊരു ചട്ടമായും യാക്കോബിൻ ദൈവത്തിന്റെ ഒരു പ്രമാണമായും ദൈവം ജനത്തിന് കൊടുത്തിട്ട് അതനുസരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്നും മനുഷ്യർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ മാത്രമാണ് സമയമില്ലാത്തത്, ദൈവത്തെ സ്തുതിക്കുവാനാണ് സമയമില്ലാത്തത്, ദൈവിക കാര്യങ്ങൾക്കാണ് അവർക്ക് സമയമില്ലാത്തത്. ഇത് ജീവിതത്തിൽ വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതായ കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ 7-ാം വാക്യത്തിൽ പറയുന്നു, കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. എന്തുകൊണ്ട്? ദൈവം കൊടുത്തതായ നിയമത്തെ അവർ അനുസരിച്ചതുകൊണ്ടും ദൈവം പറഞ്ഞ ആ ചട്ടങ്ങളും നിയമങ്ങളും അവർ പ്രമാണിച്ചത് കൊണ്ടുമാണ് കഷ്ടകാലത്ത് അവർ പ്രാർത്ഥിച്ചപ്പോൾ, നിലവിളിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന കേൾക്കുവാൻ ഇടയായി തീർന്നത്. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരമരുളുകയില്ല. എന്തുകൊണ്ട്? ദൈവത്തെ യഥാർത്ഥമായി ഭജിക്കുകയോ അവനെ ആരാധിക്കുകയോ ചെയ്യായ നിമിത്തം ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അനവധിയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതായ നിയമങ്ങളും ചട്ടങ്ങളും ദൈവം നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി നൽകി തന്നിരിക്കുമ്പോൾ നിന്റെ വായ വിസ്താരത്തിൽ തുറന്ന് അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ദൈവം ഇന്ന് രാത്രിയിൽ നിന്റെ വായ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. നന്മ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുവാൻ ഇടയായിത്തീരും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടർന്ന് വന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. രാത്രിയിൽ കേട്ട വചനത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. അതിന്റെ സാരം ഇത്രയുമേ ഉള്ളൂ. ദൈവത്തെ ആരാധിക്കുക, അവനെ നമസ്കരിക്കുക, ആർപ്പിടുക, തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുക. അമാവാസ്യയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലെങ്കിലും കാഹളമൂതുക. സമയവും അവസരവും ലഭിക്കുമ്പോഴെങ്കിലും ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, നമസ്കരിക്കുക. അതിനായി ദൈവം നമുക്ക് സ്വാതന്ത്ര്യം ഇപ്പോഴുണ്ട്. ഒരുപക്ഷെ അത് നഷ്ടപ്പെടുവാൻ ആമേൻ ഇനി അധികകാലം മുന്നോട്ട് പോകേണ്ടതായി വരികയില്ല. അതിവേഗം ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വരവാസന്നമായിരിക്കുന്നു. അനവധി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നേരിടേണ്ടതായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. നമുക്ക് കർത്താവിനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. കരുണയുള്ള കർത്താവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങയെ പാടുവാനും സ്തുതിക്കുവാനും അവിടുത്തെ വചനം ധ്യാനിപ്പാനും ഒക്കെ തന്ന സാവകാശത്തിന് നന്ദി പറയുന്നു. സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിനെ അവരെ അനുഗ്രഹിക്കണം, സഹായിക്കണം, കൃപ കൂടെ ഇരിക്കണം. യേശുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.